112 റൺസ് വിജയലക്ഷ്യം. വെറുമൊരു വൺ സൈഡ് മത്സരമായി പോകുമെന്ന് 100% വിധിയെഴുതിയ ഈയൊരു മാച്ച് ചെറിയ വിജയലക്ഷ്യത്തിൽ ഡിഫെൻഡ് ചെയ്ത് കൊൽക്കത്തയെ തോൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പഞ്ചാബ് കിങ്സ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവസാനിച്ച പഞ്ചാബ് കൊൽക്കത്ത മത്സരത്തിന്റെ സമഗ്രമായൊരു ചിത്രമാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ജയപരാജയങ്ങൾ മാറി പറഞ്ഞ ഒരു ലോ സ്കോറിംഗ് മത്സരമാണ് ഇപ്പോൾ അവസാനിച്ചത്. 112 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ കൊൽക്കത്ത ആദ്യം പതറുകയും പിന്നീട് തിരിച്ചുവരികയും പിന്നീട് കൂട്ടത്തകർച്ച നേരിടുകയും ഒടുവിൽ ആൻഡ്രെ റസലിന്റെ മികച്ച ബാറ്റിംഗ് കരുത്തിൽ വിജയത്തിലേക്ക് എത്തുമെന്ന് തോന്നിപ്പിച്ചുവെങ്കിലും അസാമാന്യമായൊരു തിരിച്ചുവരവിലൂടെ പഞ്ചാബ് കിങ്സ് മത്സരം കയ്യിലൊതുക്കുകയായിരുന്നു. 112 റൺസ് ചേസിംഗിൽ ഓപ്പണർമാർ നിരാശപ്പെടുത്തിയപ്പോൾ അജിൻക്യ രഹാനെ രഘുവൻഷി സഖ്യമാണ് കൊൽക്കത്തയെ വീണ്ടും മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ഒരു ഘട്ടത്തിൽ ടീം അനായാസം വിജയത്തിലേക്ക് നീങ്ങുമെന്ന് തോന്നിപ്പിച്ചുവെങ്കിലും യുസ്വേന്ദ്ര ചഹലിന്റെ പന്തിൽ തെറ്റായ ഡിസിഷനിൽ ഇന്ന് രഹാനെ പുറത്തായി തന്നെയാണ് മത്സരത്തിൽ വഴിത്തിരിവായി മാറിയത്. തൊട്ടു പിന്നാലെ ചഹലിന്റെ ഒരു അക്രമ ബോളിംഗ് തന്നെയാണ് പിന്നീട് കണ്ടത്. അപകടകാരിയായ രഘുവൻഷിയുടെ വിക്കറ്റും റിങ്കു സിംഗിന്റെ വിക്കറ്റും രമൺദീപ് സിംഗിന്റെ വിക്കറ്റുമാണ് ചഹൽ ഇന്ന് നേടിയത്. ഇന്നിംഗ്സിന്റെ അവസാനം റസലാണ് ഒറ്റയാൾ പോരാട്ടത്തിലൂടെ ടീമിന് വിജയപ്രതീക്ഷ നൽകിയത്. എങ്കിലും നിസ്സാരമെന്ന് തോന്നിപ്പിച്ച വിജയലക്ഷ്യത്തെ ഭദ്രമായി തന്നെ ഡിഫെൻഡ് ചെയ്യാനായി ഇപ്പോൾ പഞ്ചാബിന് സാധിച്ചിരിക്കുകയാണ്. ടൂർണമെന്റിലെ 4ാം വിജയമാണ് ഇപ്പോൾ പഞ്ചാബ് സ്വന്തമാക്കിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.